ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. എൻ്റെ ചേട്ടായി ഒരു ആഗ്രഹം പറഞ്ഞ് അത് സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തന്ത്രപ്പാടിലാണ് ഞാൻ. അതായത് അങ്ങൊരു ഒരു വീഡിയോ കണ്ടപ്പോൾ അങ്ങോട്ട് ചക്കരിശ്ശേരി കഴിക്കണം എന്നൊരാഗ്രഹം. പക്ഷേ ഈ സാധനം ഞാൻ വീട്ടിലുണ്ടാക്കാറുള്ളതാണ്, കഴിക്കാറ് പോലും. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പോലും ആൾ നോക്കാറില്ല. ചക്ക ഉപ്പേരി വെച്ചാലും അതുപോലെ ചക്കരിശ്ശേരി വെച്ചാലും ഒന്നും ആളതിൻ്റെ ഞാൻ പറയും അതിൻ്റെ എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്നൊന്നും നോക്കാനായിട്ടെങ്കിലും പറയും കറി വെച്ച് കഴിയുമ്പോൾ. പക്ഷേ ആളത് നോക്കാറില്ല. അപ്പോൾ ഒരു വീഡിയോ കണ്ടപ്പോൾ ആൾക്ക് ചക്കരിശ്ശേരി കഴിക്കണം, എന്താ അതിൻ്റെ ടേസ്റ്റ് എന്നൊന്ന് അറിയണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിലാണ്. എന്നാൽ പിന്നെ അങ്ങനെ പറഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ അത് ഉണ്ടാക്കി കൊടുക്കാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരി, ചക്ക വാങ്ങിച്ചുകൊണ്ട് പോവാ, എന്നിട്ട് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ തന്നെ പോയി ഒരു 250 രൂപയും കൊടുത്ത് ഒരു ചക്ക വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു പകുതിയുടെ പകുതിയാണ്, പകുതി തന്നെ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് അപ്പോൾ അത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അത് കുറേയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അധികമൊന്നും വേണ്ട, പക്ഷെ ഞാനത് ഉണ്ടാക്കിയിട്ട് കുറച്ച് 2-3 പേർക്ക് കൂടെ കൊടുക്കാം, അപ്പോൾ എല്ലാവർക്കും കൂട്ടിയിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് മതി. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അങ്ങനെ വല്ലപ്പോഴൊക്കെ കിട്ടുന്നതല്ലേ, അപ്പോൾ അവർക്കും കൊടുക്കാമല്ലോ എന്നുള്ളൊരു നമുക്ക് വേണ്ടപ്പെട്ട 2-3 പേരുണ്ട്. അപ്പോൾ അവർക്കും കൂടെ ഒന്ന് സെറ്റാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് മുഴുവനും ക്ലീനാക്കി ഉണ്ടാക്കണം. കുറേയൊക്കെ ഞാൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിതിൻ്റെ ഞാനെങ്ങനെ ചക്കരിശ്ശേരി ഉണ്ടാക്കുക എന്നുള്ളതും കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഞാനിതൊന്ന് ക്ലീനാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ്, എൻ്റെ ചക്ക വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു. അതേ ഞാൻ അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഞാൻ വേവിക്കാൻ പോവുകയാണ്. അതായത് ഞാൻ വേവിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലേശം ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിക്കും. എന്നിട്ട് ശരിക്കും പറയണമെങ്കിൽ ചക്കയിൽ വെള്ളം ഒഴിക്കേണ്ട, പക്ഷേ ഞാൻ കുക്കറിലിട്ടിട്ടല്ല വേവിക്കണം, കലത്തിലിട്ടിട്ട് വേവിക്കണം. അപ്പോൾ ഇത്തിരി സമയം എടുക്കുമല്ലോ വേവാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലേശം ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഞാൻ വേവിക്കാൻ പോണത്. അതിന് ശേഷം ഞാൻ അരപ്പ് ചേർക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇത്ര നേരം സോറി ഗൈസ്, ഇത്ര നേരം ഞാൻ വീഡിയോ എടുക്കുന്നത് വീഡിയോ ഓണാക്കാണ്ടായിരുന്നു. അപ്പോൾ അതേ ഞാൻ കഴുകി ചക്ക കഴുകാൻ പാടില്ല എന്ന് എല്ലാവരും പറയാം. ആയിട്ട് അത് ശരിയായിരുന്നു പത്രം അവിടെ ഇരിക്കണം, അല്ലെങ്കിൽ ഇതെടുക്കുക, ഞാൻ എടുക്കാം. മഞ്ഞപ്പൊടി ഉപ്പിട്ടുണ്ട്, ലേശം ജീരകം. അപ്പോൾ ഗൈസ്, ഇത്ര നേരം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഈ ചക്ക മുഴുവനും ക്ലീൻ ചെയ്തു. അതിൻ്റെ ചവണി ഇതൊക്കെ കളഞ്ഞ് റെഡിയാക്കി ജസ്റ്റ് ഒന്ന് കഴുകി മഞ്ഞപ്പൊടി ഉപ്പിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടാരും വെള്ളം ഒഴിക്കില്ലെന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ ഞാൻ സാധാരണ കുക്കറിലിടുമ്പോൾ വെള്ളം ഒഴിക്കാമല്ലോ, അതിപ്പോൾ കലത്തിൽ തന്നെ വേവിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഇത് കാരണം കൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചതാണ്. അപ്പോൾ ഇത്ര നേരം ഞാനിവിടെ നിന്ന് കഷ്ടപ്പെട്ടതാണ്. ഒന്നും ഉണ്ടാക്കി ചേട്ടാ, ഇത് ഇതാവോ പകട്ട നമ്മുടെ വരില്ലല്ലോ. അപ്പോൾ അതേ ചേട്ടതെ ഒരു ചൊള പോലും പറിച്ചു തരാൻ എന്നെ സഹായിക്കാണ്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇനി ഇത് വേവിച്ച് റെഡിയാക്കി പ്ലേറ്റിലാക്കി സ്പൂണും വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളത് കഴിക്കും. ഒരു ചൊള പോലും നന്നാക്കി തരികയെ, ഒരു ചക്ക വെട്ടി തരികയെ, നന്നാക്കി തരിക, ചവണി കളഞ്ഞ് തരികയെ, ചൊള പറിച്ച് തരും. വെറുതെ പറയാം ഗൈസ്, ഞാൻ എത്ര നേരമായി എന്നറിയാം. ഞാനൊരു 12 മണിക്ക് ഇരിക്കണത്, അപ്പോൾ 3 മണിയായി. അപ്പോൾ ഞാനിത് ചക്ക റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള അരപ്പാണിത് കേട്ടോ. നാളികേരം, ജീരകം, ഒരു തുണ്ട് കുരുമുളക്, പിന്നെ പച്ചമുളക്,
പിന്നെ ചുവന്നുള്ളി, ഞങ്ങൾ ചുവന്നുള്ളി ഇട്ടിടുക, ഞാൻ ചുവന്നുള്ളി ഇടാം. എല്ലാവരും പറയുന്നത് വെളുത്തുള്ളി ഇടണമെന്ന് പറയുന്നത്. ലേശം മഞ്ഞപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞപ്പൊടി ഓൾറെഡി ഞാൻ ഇതിലിട്ടിട്ടുണ്ട് കുറച്ച്. അപ്പോൾ ഗൈസ് ഇതേ നമ്മുടെ പുഴുക്ക് എന്ന് പറയും, ചക്കപ്പുഴുക്ക് എന്ന് പറയും. ഞങ്ങളുടെ കുന്നംകുളം ഭാഗത്തൊക്കെ ചക്ക എരിശ്ശേരി എന്നാട്ടാ പറയാം. ഇതാണ് കേട്ടോ സംഭവം, ചക്ക എരിശ്ശേരി എന്നാണ് പറയുക ഇതിലേക്ക്. നമ്മുടെ ബീഫ് കറി അല്ലെങ്കിൽ ചിക്കൻ കറി അതല്ലെങ്കിൽ മീൻ കറിയൊക്കെ നല്ല ടേസ്റ്റാണ്. പക്ഷെ അതൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. ഇതിൽ സാധാരണ ഇതിൽ ഇനി ഇതിൻ്റെ മീതെ കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുക. അപ്പോൾ ഇത് റെഡിയായി കഴിയുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പച്ചമുളകിൻ്റെയും അതുപോലെ കുരുമുളകിൻ്റെ ഒക്കെ ഒരു കുത്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് മാറി കിട്ടാനാണ് എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടിൽ കേട്ടോ ഈ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കറിയിൽ. അപ്പോൾ നമുക്ക് നോക്കിയൊക്കെ ഒന്നുകൂടി വറ്റിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ചക്ക പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ അങ്ങനെ എനിക്കും കിട്ടി ഗായ്സ് ചക്കപ്പുഴുക്ക്. അപ്പോൾ നിങ്ങൾക്കത് കൊടുക്കണം, നോക്കി നോക്കാം ഇതെന്തിട്ട് പറയണ നോക്കാമല്ലോ. നല്ല ചൂടുണ്ട് കേട്ടോ. ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. എക്സ്പ്രഷൻ കണ്ടിട്ട് അറിയാൻ പറ്റും നമുക്ക് എന്താണുള്ളത്. ചൂടില്ലേ? എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടാ? കള്ളം പറയണല്ലേ? ഉപ്പിന്റെ ഇത്തിരി കുറവുണ്ട്. പിന്നെ എല്ലാ കറിയിലും അവള് ഉപ്പിന്റെ കുറവുണ്ട്. പക്ഷെ പൊളി സാധനം. അപ്പോൾ ചേട്ടന് കുഴപ്പമില്ലെന്നാ പറയുന്നത്, ടേസ്റ്റ് എന്നാ പറയണത്. അപ്പോൾ അത്രയും ഉണ്ട്. അപ്പം ഇനി ഞാൻ പറഞ്ഞ പോലെ 2-3 പേർക്കൊക്കെ ഇത് പങ്കുവെച്ച് കഴിഞ്ഞാൽ സെറ്റാവും. അപ്പോൾ നമുക്ക് ഇത്ര അധികമൊന്നും വേണ്ട, നമുക്ക് കുറച്ച് വേണ്ടി. അതങ്ങനെ വലിയ രീതിയിലൊന്നും ആരും അങ്ങനെ കഴിക്കില്ല. അപ്പോൾ അങ്ങനെ അത് വേണ്ടാന്ന്. അപ്പോൾ ഇത്തിരിയുള്ള ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ടാൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, സി യു, താങ്ക് യു.